നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ചെയ്ത തെറ്റുകളെല്ലാം മറന്ന ഒരു ശുദ്ധഗതിക്കാരന് ഞങ്ങളുടെ കൊച്ചുമകൻ കാർത്തി. ദയവായി അവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റായി മാറരുത്. നീ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഡിവോഴ്സ് കൊടുത്ത് നീ തിരികെ പോണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ ഇടപെടില്ല. ഓ, ഇത്രയും കാലത്തിനിടയ്ക്ക് നീ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അതാ നല്ലത് അല്ലേ മീനാക്ഷി? അതെ മുത്തശ്ശി, നമുക്ക് വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അവളോട് സംസാരിച്ചു നോക്കാം. പക്ഷേ അവള് വെല്ലുവിളിച്ചല്ലേ പോയത്? അതെ, ഭീഷണി ഒന്നിനെ അവൾക്ക് വില പോവില്ല. കാരണം പിടി ഇപ്പൊ അവളുടെ കയ്യിലാ. കുഞ്ഞ് അത് ശരിയാ മാലതി പറഞ്ഞത്. അവൾക്ക് പോകാനൊന്നുമില്ല. അന്തസ്സുണ്ടോ, അഭിമാനമുണ്ടോ? നനഞ്ഞു പോയാ പിന്നെ മൊത്തം മുങ്ങിയാലും അവൾക്കൊന്നും നശിക്കില്ല. നേര് നെറിയും കെട്ടവള്. ഏത് കഷ്ടകാല സമയത്താണോ ഇവളെ കാർത്തിക്കിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തോന്നിയത്? വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ മുത്തശ്ശി. മറ്റൊരു ഒന്നൊന്നര ഐഡിയ എന്റെ മനസ്സിൽ മിന്നി പൊലിയുന്നുണ്ട്. എന്താ നീ പേടിക്കാതെ പറയേ. ഈ ആടിനെ പ്ലാവില കാണിച്ച് മയക്കുന്ന പോലെ കുറെ രൂപ കൊടുത്താ അവൾ ഒതുങ്ങും തോന്നുന്നു. കാശിന് ആർത്തിയുള്ളവൾ അവള്. എത്ര രൂപ വേണമെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാൻ അവളൊന്ന് പോയി തന്നാ മതി. എന്നാ പിന്നെ അവളെ വിളിക്കേ, നമുക്ക് സംസാരിക്കാം. മോളെ മീനാക്ഷി, നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ശരി മുത്തശ്ശി. അവൾ ഒന്നും സമ്മതിക്കില്ല. അവള് ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടപ്പാക്കൂ. എനിക്ക് ഗാലറി ഇരുന്ന് കളി കാണണം, അത്രേ ഉള്ളൂ. നീ എന്താ മൈഥിലി പതിവില്ലാത്ത വിധം ഉറക്കെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കതെന്ത് പറ്റി? എനിക്കിനി ഒന്നും നോക്കാനില്ലടാ. ഞാൻ സ്വതന്ത്രയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. മൈഥിലി, നിനക്കെന്താ സംഭവിച്ചത്? വല്ലാത്തൊരു മാറ്റം. എല്ലാം നേരിട്ട് പറയടാ, നമുക്ക് നേരിൽ കാണാം. നേരിട്ട് കാണാമോ? ആ, നേരിട്ട് കാണാം. ഒന്നേലും നീ ആ കടപ്പുറത്തേക്ക് വാ, അല്ലെങ്കിൽ നീ എവിടെയാ വരുന്നതെന്നൊന്ന് മെസ്സേജ് ഇട്ടാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ മൈഥിലി. ശരി എന്നാ, ഓക്കെ. എന്താ നീ ഇവിടെ? എന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അതല്ല, എന്നോട് വെറുപ്പുള്ള ഒരാള് എന്നെ കാണാൻ വന്ന് എന്തിനാന്നാ ചോദിച്ചത്. കാണേണ്ടവരെ കാണാതിരിക്കാൻ പറ്റുമോ? പെട്ടുപോയില്ലേ? ആ, മുത്തശ്ശി നിന്നെ കാണുമെന്ന് പറയുന്നു, ഞാൻ വിളിക്കാൻ വന്നത്. എന്താ ഇന്നും പൊതുവിചാരണയാണോ? വിചാരണയ്ക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. മുത്തശ്ശിക്ക് നിന്നോട് എന്താ സംസാരിക്കാനുണ്ടത്ര. ഓ, സന്ധി സംഭാഷണം. ഓക്കെ, അപ്പോ ഇത് ഉറപ്പായും സമാധാനപരമായ ഒരു സംസാരമായിരിക്കും അല്ലേ? ശരി, വിളിക്കുന്നിടത്ത് വരേണ്ടത് ഒരു സാമാന്യ മര്യാദയാണല്ലോ. ഞാനൊരു 15 മിനിറ്റിന് ശേഷം വരാന്ന് മുത്തശ്ശിയോട് പറ. ഇവള് ഒരു നടക്കൊന്നും ഇവിടുന്ന് പോകുന്ന മട്ടില്ല. വഴിയെ പോയ വയ്യാവിയിലെ കാർത്തേട്ടൻ വിളിച്ചു കയറ്റിയതാണല്ലോ. എന്താ ആലോചിക്കുന്നു? മനസ്സിൽ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും അല്ലേ? മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് പകരം അവരെ ബഹുമാനിക്കും. മാതാപിതാക്കളിൽ നിന്നും പഠിക്കേണ്ട ശീലമാ. നീ അത് പഠിച്ചില്ല, ഞാനെന്ത് ചെയ്യാനാ? ഒരു തർക്കം വേണ്ട. സമാധാനപരമായ ചർച്ചയ്ക്ക് ഞാൻ വരാന്ന് സമ്മതിച്ചതാ. മീനാക്ഷി ചെല്ല്, ഞാൻ വന്നേക്കെ. എന്നോടാ കളി. അവൾക്ക് മുടിഞ്ഞ ഹെഡ് വെയിറ്റാ. അതുണ്ടാവുമല്ലോ, ചവിട്ടേറ്റ പാമ്പ് കടിക്കാതെ പോവോ? തൽക്കാലം ഇവരുടെ കൂടെ അങ്ങ് നിൽക്കാം. ഓളപ്പാത്തിലെ ഒതുലങ്ങിയ പോലെ മറിഞ്ഞും തിരിഞ്ഞുള്ളൊരു തന്ത്രം. ഇനി അവളുടെ കൂടെ നിറഞ്ഞ പണി വേറെ കിട്ടും. അല്ല, അവള് വരുമോ? വരാമെന്ന് പറഞ്ഞു. അവൾക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നോണം. കണ്ടില്ലേ, അവസരം കിട്ടിയപ്പോ അവളെ തനിക്കോണം. എങ്ങാണ്ടോ കിടന്ന വയ്യാവേലിയായിരുന്നു. സഹതാപം തോന്നിയല്ലേ കാർത്തി ഇവിടേക്ക് വലിച്ചു കയറ്റിയത്.
ഇപ്പതേ എല്ലാവരും അനുഭവിക്കുന്നു. ഹ, ആ, അല്ല ഈ നന്ദിനിയുടെ എവിടെ പോയിക്കുവാ? ഹും. അവൾ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ശാന്തമായി ഒന്ന് പരിഹരിക്കാൻ പോന്നാട് അമ്പലത്തിലെ ഒരു ദിവസത്തെ പൂജ നേർന്നിട്ടുണ്ട്. അവൾ അങ്ങോട്ട് പോയിരിക്കേ. ആ ദേ വരുന്നുണ്ട് ജില്ലാ കളക്ടർ. ആ അമ്മേ, സൗമ്യമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം കേട്ടല്ലോ അച്ഛാ. അതുകൊണ്ട് പതിവ് പോലെ അവളോട് ചൂടാവണ്ട. എന്താടി വിളിച്ചപ്പോ വരാൻ ഇത്ര താമസം? തമ്പുരാട്ടിക്ക് വരാൻ പല്ലൊക്കെ വേണമെങ്കിൽ അത് പറഞ്ഞാ മതിയായിരുന്നു. ചില സമയങ്ങളിൽ ചില സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡാ. ഒരിക്കൽ സവാളയ്ക്ക് പൊന്നമ്പലം വന്നില്ലേ, അതുപോലെയാണെന്ന് കരുതിയാ മതി. ഈ ഒന്ന് പെട്ടെന്ന് നിറമാറി ഇവരുടെ കൂടെ ചേർന്നു. വിശ്വസിക്കാൻ കൊള്ളാത്ത ജീവി. എന്തിനാ വിളിപ്പിച്ചത്? വിളിപ്പിച്ചതേ നിന്നെ ആട്ടുകെട്ടിലിരുത്തിയ ആട്ട. എന്താ കൊച്ചമ്മയ്ക്ക് അതില് വിരോധമുണ്ടോ? അവളോട് ദേഷ്യപ്പെടാതെ രാജലക്ഷ്മി, അവളോട് ഞാൻ സംസാരിക്കാം. നീ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. കാർത്തിയുടെ ഭാര്യയായി, ഞങ്ങളുടെ കൊച്ചു മരുമകളായി നീ ഇവിടെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് നീ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആ തെറ്റ് ചെയ്തത്. കാർത്തി നിന്നെ ഉപേക്ഷിച്ചതോ ഞങ്ങളെല്ലാം കൂടെ നിന്നെ പടികർക്ക് വിട്ടതോ അല്ല. നീ നിന്റെ പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് മനഃപൂർവ്വം കടന്നു കളഞ്ഞതാ ഒരു കാമകന്റെ കൂടെ. കാർത്തിക്കിന്റെ മനസ്സിൽ നിന്ന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ആ ഷോക്കിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ഒരു പെൺകുട്ടി തയ്യാറായി, ഞങ്ങളുടെ മീനാക്ഷി. മീനാക്ഷിയെ കാർത്തി കല്യാണം കഴിച്ചു. അവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കുക. നീ ചെയ്ത തെറ്റുകളെല്ലാം മറന്ന ഒരു ശുദ്ധഗതിക്കാരന് ഞങ്ങളുടെ കൊച്ചുമകൻ കാർത്തി. ദയവായി അവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റായി മാറരുത്. നീ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഡിവോഴ്സ് കൊടുത്ത് നീ തിരികെ പോണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ ഇടപെടില്ല. ഇവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ തന്നെയാ എനിക്കും ആഗ്രഹം. ഇതെന്താ നീ കൗൺസിലറുടെ മുമ്പിൽ പറയാതിരുന്നത്? ഞാൻ അവിടെ എന്റെയും എന്റെ കുട്ടിയുടെ കാര്യവും മാത്രമാ സംസാരിച്ചത്. കൂടാതെ വീട്ടിലുള്ളവർക്ക് ഞാൻ കാർത്തിയുമായിട്ട് ഇടപഴകുന്നതും ചെമ്പകമംഗലത്ത് താമസിക്കുന്നതും ഇഷ്ടമല്ലാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ കാർത്തിയായിട്ട് ഇടപഴകുന്നതും ചെമ്പകമംഗലത്ത് താമസിക്കുന്ന എന്തിനാ? കാർത്തി വേറെ വിവാഹം കഴിച്ചവനാ. അവന് മറ്റൊരു കുടുംബമുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവളെവിടെ കേട്ട് താമസിപ്പിച്ചതിന്റെ അബദ്ധം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.